നിവിൻ പോളി അൽഫോൺസ് പുത്രൻ ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ആൾക്കാർക്കും അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ചെയ്ത വർക്കുകൾ നേരാവട്ടെ പ്രേമാവട്ടെ ഇവരെന്നാണ് ഒരുമിച്ച് ഒരു സിനിമ ചെയ്യുക എന്നുള്ള ഒരു ഇത് എല്ലാവർക്കും ഉണ്ടായിരുന്നു. അപ്പൊ നമ്മള് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വിനീത് ശ്രീനിവാസന്റെ ഒപ്പം അൽഫോൺസ് പുത്രന്റെ ഒപ്പം ഒക്കെ നിവിൻ സിനിമകൾ അപ്പോ അത് കൺഫേം ആയിരിക്കാണ് നിവിൻ പോളിയുടെ 50ാമത്തെ ചിത്രം അൽഫോൺസ് പുത്രൻ ഡയറക്ട് ചെയ്യുന്നു. സിനിമയുടെ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് വരുന്ന 27-ന് പത്മ തിയേറ്ററിൽ വെച്ചിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് അപ്പൊ ടൈറ്റിലോട് കൂടിയിട്ട് ഒരു പക്ഷെ വരുന്നുണ്ട്. അതെ അതെ, അതും രാജേഷ് മുരുകേശൻ മ്യൂസിക് വരട്ടെ. അപ്പൊ ഇത് 15 ആണ്, അടുത്തത് 51. ഒരു ഡെബ്യൂ ഡയറക്ടറാണ് നാഷിദ് മുഹമ്മദ് ഫാമി പറഞ്ഞിട്ടൊരു ഡയറക്ടറാണ് വരുന്നത്. പക്ഷെ ഇയാളെ പെട്ടെന്ന് അന്വേഷിച്ചിരിക്കുന്നത് പുള്ളിക്കാരൻ കോ-റൈറ്ററാണ്. ഏതൊക്കെ പടങ്ങൾ നോക്കിക്കുമ്പോ വാഴ 2, ജയഹേ, ബിപിൻ ദാസിന്റെ കൂടെ നിൽക്കുന്ന ആളാണ്. അപ്പൊ പിന്നെ ഒന്നും പറയണ്ട, അത് ഇപ്പൊ 3 ഉൾപ്പെടെ ഡയറക്ടർ ചെയ്യുന്നത് പുള്ളിയുടെ ഒപ്പം വർക്ക് ചെയ്തിരുന്ന പയ്യനാ. നിവിൻ ദാസിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നിവിൻ പോളിലെ പിന്നെ വരാൻ പോകുന്ന പടം വിപിൻ ദാസ് തന്നെയാണ്. അതെ, അപ്പോ അത് പറയുമ്പോൾ തന്നെ ഇനി എടുത്ത് പറയേണ്ട ഒരു പേരാണ് നമ്മുടെ അഖിൽ സത്യൻ. കാരണം അഖിലിന്റെ ഇത് നമ്പേഴ്സ് കൺഫേം അല്ലെങ്കിൽ പോലും ഈ 2 അതായത് ബിപിൻ ദാസിന്റെ ഫിലിം ഇമ്മീഡിയറ്റ് ചെയ്യാൻ നിന്നത്. പക്ഷെ സന്തോഷ് ട്രോഫിയുടെ കൺഫ്യൂഷൻസും അത് പൃഥ്വിരാജ് മാറിയതും പല കൺഫ്യൂഷൻസ് ഉള്ളതുകൊണ്ടാണ് പ്രശ്നമായത്. ഇഷ്ടംപോലെ സിനിമകൾ അതെ, നമ്പർ കറക്റ്റ് ആയിട്ട് അതെ. ഇതിപ്പോ വരിക്ക് വന്നില്ലെങ്കിൽ ഈ പ്രൊജക്ടുകളാണ് ഉള്ളത്, ഇൻക്ലൂഡിങ് വിനീത് ശ്രീനിവാസൻ.